ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിദ മൊയ്തീൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ടേസ്റ്റി മസാല ദോശയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബൗളിലോട്ടായിട്ട് അര കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 5 and 8 hours വെക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിലോട്ടായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ തലേ ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി വന്നുള്ള ചോറും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലോട്ടായിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ബാറ്ററാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ബാറ്റർ നമുക്കൊരു 5 hours മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടായിട്ടുള്ള പൊട്ടാറ്റോ മിക്സ് നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാം. മസാലയിലോട്ട് ആവശ്യമായിട്ടുള്ള 3 പൊട്ടാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ടായിട്ടുള്ള വെജിറ്റബിൾസ് ഒരു മീഡിയം സൈസുള്ള ഓണിയൻ, 4 ചില്ലി, കുറച്ച് കൊറിയൻഡർ ലീവ്സ്, കുറച്ച് കറി ലീവ്സ്, ഒരു കുഞ്ഞ് ക്യാരറ്റ്, പിന്നെ കുറച്ച് ഇഞ്ചി ഒക്കെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ 3 പുഴുങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോയും കൂടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിലൊരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ടായിട്ട് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ടായിട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് നമ്മുടെ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാല ദോശ ഉണ്ടാക്കൽ തുടങ്ങാം. ഇനി നമുക്ക് നമ്മുടെ മസാല ദോശയുടെ ബാറ്ററി ഇതിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നല്ല സ്ലൈസ് ആക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ദോശ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടുകട സ്റ്റൈൽ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്നും വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി രേഖപ്പെടുത്തണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.